ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹ വന്ദനം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പൗലോസിന്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ താൻ ആഗ്രഹിക്കുന്നത് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നൽകുവാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അഥവാ ഈ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് അത് മനുഷ്യനിൽ നിന്നല്ല ലഭിക്കുന്നത്, അത് ദൈവത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും ഈ ജ്ഞാനത്തിലൂടെ 3 കാര്യം നാം അറിയണം എന്നതാണ് താൻ ഇച്ഛിക്കുന്നത്. ഒന്നാമത്തേത് അവന്റെ വിളിയാലുള്ള ആശ, രണ്ടാമത്തേത് അവകാശത്തിന്റെ മഹിമാധനം, മൂന്നാമത്തെ കാര്യം അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇത് നാം ഗ്രഹിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. എന്താണ് ആശ എന്നത്? നാം പാപത്തിൽ നിന്ന് സ്വതന്ത്രരാകണം, അഥവാ വിശുദ്ധരായിത്തീരണം, ക്രിസ്തുവിൽ പൂർണ്ണമായി നാം ആയിത്തീരണം, വസിക്കണം, ഇത്യാദി കാര്യങ്ങളാണ് ആ ആശയോടുള്ള ബന്ധത്തിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം അവകാശത്തിന്റെ മഹിമാധനം. ക്രിസ്തുവും ദൈവവുമായി ഒന്നിച്ച് ചിരകാലം വസിക്കും എന്നുള്ളതാണ് ആ അവകാശത്തിന്റെ മഹിമാധനത്തിൽ അടങ്ങിയിരിക്കുന്നതായി നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നത്. അഥവാ നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരും എന്നുള്ളതാണ്. അതാണ് 1 യോഹന്നാന്റെ ലേഖനം 3:2 വ്യക്തമാക്കുന്നത്. മൂന്നാമത്തെ കാര്യം അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഓർക്കണം, അത് അളന്ന് തിട്ടപ്പെടുത്തുവാനായിട്ട് കഴിയുന്നതല്ല ദൈവത്തിന്റെ ആ ശക്തി. ഈ ശക്തി എത്രയോ വിപുലമാണ്. ഈ ശക്തിയാൽ ദൈവം യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അതേ ആത്മാവിനാലാണ് നമ്മെയും ശക്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാകുന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ അളവറ്റ വലിപ്പം, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി, ശത്രുവിന്റെ മേൽ പൂർണ്ണ അധികാരം നൽകിയ ശക്തി, പാതാളത്തിന്റെ മേലും മരണത്തിന്റെ മേലും പൂർണ്ണ അധികാരം നൽകിയതാകുന്ന ശക്തി, ആ ശക്തി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു ദൈവ പൈതലിലേക്കും അത് പകരപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്യാദി കാര്യങ്ങളാണ് പൗലോസിന് തന്റെ പ്രാർത്ഥനയിൽ ഓർക്കുവാനായിട്ടുള്ളത്. അത് എഫേസ്യർക്ക് വേണ്ടി മാത്രമല്ല, ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് പൗലോസ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അത് എഫേസ്യയിലുള്ള വിശ്വാസികളെ മാത്രം ഉദ്ദേശിച്ചല്ല, എക്കാലവുമുള്ള ദൈവജനത്തെ ഉദ്ദേശിച്ചുകൊണ്ട് താൻ പ്രാർത്ഥിക്കുന്നതാകുന്ന പ്രാർത്ഥനയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളോ വളരെ ചെറിയ ചെറിയ ചില കാര്യങ്ങൾക്ക് വേണ്ടി, ഒരു വീടിന് വേണ്ടി, അല്ലെങ്കിൽ അല്പം നന്മകൾക്ക് വേണ്ടി, മറ്റു സുഖങ്ങൾക്ക് വേണ്ടി ഒക്കെ ഉള്ളതാകുന്ന പ്രാർത്ഥനകളല്ലേ പലപ്പോഴും നമ്മളിൽ നിന്ന് ഉയരുന്നത്. ഇപ്രകാരം പൗലോസ് ആഗ്രഹിക്കുന്നത് പോലെ ആ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആ സ്വർഗീയ വെളിപ്പാടിന്റെ ആ സ്വർഗീയ ജ്ഞാനത്തിന്റെ അനുഭവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിപ്പാൻ പലപ്പോഴും കഴിയുന്നുണ്ടോ? അതെ, അങ്ങനെയുള്ളതാകുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ആത്മാവിൽ കൂടി ഉയരേണ്ടത്. അങ്ങനെ ആ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ വെറും ചപ്പെന്നും കുപ്പയെന്നും എണ്ണിക്കൊണ്ട് ആ സ്വർഗീയമായതിനു വേണ്ടി കാത്തിരിക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, അതിനായി പൗലോസിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട്
സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതി. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. തന്നു നിൻ കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ, തന്നു നിൻ കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ. നിന്നാമശക്തിയാലെ നിത്യം നടത്തിയിടണേ, നിന്നാമശക്തിയാലെ നിത്യം നടത്തിയിടണേ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. അന്നേ മരിച്ചു